പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഫാസിൽ കരം. എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, എനിക്ക് കാശ് റിട്ടേൺ വേണം. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കാശ് ഇതിനു മുമ്പേ എൻ്റെ ഒരു കാശ് ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ആ സമയത്ത് പിടിക്കാതെ നിങ്ങൾ ഇൻഫർമേഷനും തരാതെ എങ്ങനെ നിങ്ങൾ കാശ് പിടിക്കാതെ പറ. സാർ ഇന്നലെ പറഞ്ഞത് സാറേ ഒരുപാട് പേരുടെ പിടിച്ചു, ഒരുപാട് പിടിച്ചു. അത് ബജാജ് ഫൈനാൻസ് തന്നെ പിടിച്ചത്. പിന്നെ 1-ാം തീയതി ആയതുകൊണ്ട് എല്ലാവരും ഈ EMI ഡേറ്റ് ആണെന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്. സാർ ഇപ്പൊ പറയുന്നു ഇല്ല നമ്മൾ ബാങ്ക് തന്നെയാണ് പിടിച്ചത്. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല സാറേ എനിക്ക് കാശ് റിട്ടേൺ ചെയ്യാം. ഞാനിപ്പോൾ ലൈവ് വരാനുള്ളൊരു കാരണം, ഞാൻ ഇതുവരെ ലൈവ് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത്. ഇത് കരമന SBI ബാങ്ക് കരമന ബ്രാഞ്ചാണ്. അപ്പോൾ ഇവിടെ ഈ പിന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1-ാം തീയതി ആയപ്പോൾ ഒരു 5,900 രൂപ ഡെബിറ്റായി, കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ടങ്ങാണ്ടോ ബജാജ് ഫൈനാൻസിൽ നിന്നൊരു ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലോൺ എടുത്തതിൻ്റെ പേരിൽ എന്തോ ചെക്ക് ഇതൊക്കെ ആയിട്ട് അങ്ങനെ എന്തോ പിടിച്ചിട്ടുണ്ടാവാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ കറക്റ്റായിട്ട് കേൾക്കുന്നില്ല. പക്ഷേ ബജാജ് ഫൈനാൻസുമായിട്ട് അങ്ങനെ ഒരു ബന്ധം എനിക്കില്ല. കാര്യം മുമ്പ് ഞാൻ പണ്ട് ലോണൊക്കെ ഹെയർ പർച്ചേസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്ന് ഞാൻ ലോൺ എടുത്തിട്ട് അവരുടെ NOC മേടിച്ചിട്ടുണ്ട്. NOC എൻ്റെ കയ്യിലിരിപ്പുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ അവരന്ന് NOC അന്ന് അവരുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ബാങ്കുകാർ പറയുന്നത് പിന്നെ അവർ പിടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഇന്നലെ അവരെ വിളിച്ച് അന്വേഷിച്ചു. പിന്നെ വോയിസ് റെക്കോർഡൊക്കെ എൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്നാൽ ബാങ്ക് മാനേജർ അങ്ങനെ നമ്മൾ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നെങ്കിൽ അവർ പിന്നെ ബാങ്ക് മാനേജർ ഇതുപോലെ ബജാജ് ഫൈനാൻസ് നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് 5,900 രൂപ പിടിച്ചു എന്ന് അവർ പിന്നെ അവരുടെ ലെറ്റർ പേഡിൽ എഴുതി ഒപ്പിട്ട് തരട്ടെ, നമ്മൾ റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ കേസ് ഫയൽ ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇന്നലെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണെന്ന് അവർ കറക്റ്റ് റീസൺ പറയുന്നില്ല. എനിക്ക് അതിൻ്റെ ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റ് കോപ്പി എടുത്തു വന്നത്. പണ്ടെങ്ങാണ്ടോ ഫൈനാൻസിൽ ഇങ്ങനെ നമ്മൾ പിന്നെ കാശ് എടുത്തതിൻ്റെയും ചെക്കിൻ്റെ പിടിച്ചതിൻ്റെയൊക്കെ പിന്നെ ഒരു ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് എടുത്തു വന്നു. അപ്പം ഞാനത് ഇന്ന് പിന്നെ അവരിന്നലെ പറഞ്ഞത് പിന്നെ ചെന്നൈയിലെ ഒരു ഹെഡ് ഓഫീസിൽ പിന്നെ ഇത് അയച്ചതിന് ശേഷം നമുക്ക് നാളെ സാറ് വരണം, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നടന്നിട്ട് ലൈവ് ഇട്ടത് ഞാൻ ഇപ്പോൾ അകത്ത് കയറുന്നുണ്ട്. കയറിപ്പോയിട്ട് പിന്നെ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കുന്നുണ്ട്. ലൈവ് നോക്കാം, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. എന്താ സാറേ ഞാൻ പിന്നെ ഇതാണ് എന്റെ NOC, ബജാജ് ഫൈനാൻസിന്റെ NOC. ക്ലോസ് ചെയ്തത്. എന്താണ് മെയിൽ അയച്ചില്ല, ഫാസ്റ്റിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. അവരുണ്ട് ഇന്നലെയാണോ?
എക്സൽ ഉണ്ടോ? അതായത് ഡെബിറ്റ് ഉണ്ട്. സാറിന് തന്നു ഡീറ്റെയിൽസ് തന്നു. എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് എമൗണ്ടിന്റെ ഇന്നലെ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സാറേ ഡേറ്റ് ഏതൊക്കെ ഡേറ്റിൽ അവിടെ പെർസെൻറ്റേജ് ഫെയിൽ ആയെന്നുള്ളോ? അത് കിട്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം സാറേ? അതിപ്പോ ഒരു പേപ്പർ എഴുതി തന്നു എന്ന് പറഞ്ഞിട്ട് കണ്ട ഇതിലെന്തെങ്കിലും സാറിന് മനസ്സിലാവുന്നുണ്ടോ നോക്കി. അല്ലല്ല, ഈ ഡേറ്റ് സാറേ വേറെ ഒന്നുണ്ട്. ഈ ഡേറ്റുകളിലൊക്കെയാണ് ഒരു പെർസെൻറ്റേജ് ഫെയിൽ. അല്ല, അവരുടെ അടുത്ത് ഞാൻ ഇന്നലെ സംസാരിച്ചു. അല്ല, ഇത് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോ അവര് പറയുന്നത് അവരുടെ ചാർജ് കഴിഞ്ഞു. ഇത് നമ്മുടെ ബാങ്കിന്റെ ചാർജ്. നമ്മുടെ ബാങ്കിന്റെ ചാർജ്. നിങ്ങളുടെ ഗവൺമെന്റ് ചാർജ് ഒക്കെ അന്ന് തന്നെ നിങ്ങൾ പിടിക്കും. അത് പിടിച്ചിട്ടില്ല. പിടിക്കാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ പിടിച്ചത്. നിങ്ങൾ ഇന്നലെ പറഞ്ഞ ബജാജ് ഫൈനാൻസ് പിടിച്ചു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഇന്നലെ വൈകിട്ട് ചെക്ക് ചെയ്തു. ചെക്ക് ബജാജ് ഫൈനാൻസ് പിടിച്ചു എന്നാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞത്. ബജാജ് ഫിനാൻസിന്റെ ഇത് മാൻഡേറ്റ് ഫെയിൽ ആയി നിങ്ങൾ പിടിച്ചു. പക്ഷെ നിങ്ങൾ അതാത് സമയത്ത് ചെക്ക് ബൗൺസ് ആവുന്നതിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ കാശ് എടുക്കാറുണ്ട്. അല്ല, ഇത് എടുത്തിട്ടൊന്നും ചെക്ക് ഇത് സാറേ ഏതോ ഒരു കാലത്തുള്ള ബാങ്ക് ഇതൊക്കെ NOC ഒക്കെ മേടിച്ചിട്ട് കാലം കുറെ ആയി നമ്മൾ 23 വരെ. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിങ്ങൾ നോക്കണം. ആ സമയത്തുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എന്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങളെ വിശ്വസിച്ച് ബാങ്കിനെ വിശ്വസിച്ചാണ് നമ്മൾ കാശിടുന്നത്. ബാങ്കിനെ വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും കാശിടുമ്പോൾ ഉടനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് 5,900 10,000 ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റൊരു പിടിച്ചു. നിങ്ങൾ സാർ ഇന്നലെ വന്നപ്പോ പറഞ്ഞത് ബജാജ് ഫൈനാൻസ് പിടിച്ചു എന്നാണ് സാറ് പറഞ്ഞത്. ഹോൾഡായി കിടക്കുന്നത് പിടിക്കണ്ട സാർ, എനിക്ക് റിട്ടേൺ തരണം. അത് അല്ല, റിട്ടേൺ തരണം. റിട്ടേൺ നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അല്ലാതെ നമ്മൾ നിങ്ങളെ വിശ്വസിച്ച് ബാങ്കിൽ കാശിട്ടതിന് ശേഷമേ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് സാർ ഇന്നലെ വന്ന പറഞ്ഞത് ബജാജ് ഫൈനാൻസ് പിടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സമ്മതിച്ചല്ലോ. അപ്പം നോർമലി അവരുടേതാണ് ചാർജാണ് വരുന്നത്. ഇതിപ്പോ ഞാൻ ഇന്നലെ വൈകിട്ട് ഇതുപോലെ ഒത്തിരി കംപ്ലൈന്റ്സ് വന്നപ്പോൾ അന്വേഷിച്ചു. നമ്മൾ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യം കൊണ്ടാണ് ഇത് നമ്മുടെ ബാങ്കിന്റെ സൈഡിൽ നിന്ന് പിടിക്കേണ്ട ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ആ സമയം നമ്മൾ പിടിച്ചിട്ടുണ്ടോ നോക്കിയാൽ പറയാം. ഇല്ലെങ്കിൽ ഇത് വിഷയമാവും. അതൊന്നും എനിക്കറിയേണ്ട കാര്യം. നിങ്ങൾ SBI വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ കാശ് ഇട്ടേക്കുന്നത്. ആണോ? അപ്പൊ എനിക്ക് കാശ് റിട്ടേൺ കിട്ടണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബജാജ് ഫൈനാൻസിനെ എന്തിനാ വിളിച്ചു? ആ കോളർ കടക്ക് എന്നിൽ കിടപ്പുണ്ട്. ശരി. അതുകൊണ്ട് അന്ന് നിങ്ങൾ വേണമെങ്കിൽ ഇതിനു മുമ്പ് കാശുണ്ടായിട്ടുണ്ടല്ലോ, പിടിക്കാതെ. നിങ്ങൾ എന്താ എനിക്ക് ഇത് ഇൻഫോം ചെയ്യാറുണ്ട്? സാറേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ ബാങ്ക് വരെ വന്ന് എന്റെ ക്യാഷ് ഇതുപോലെ നിങ്ങളെന്ന് പിടിക്കണം എന്ന് പറയാത്തെന്താ? ചുമ്മാ നമ്മൾ പാവപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിടുന്ന കാശിനെ നമ്മളെന്ത് കോടീശ്വരന്മാരൊന്നുമല്ലേ സാറേ? നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മൾ അധ്വാനിച്ചുകൊണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കാശ് പെട്ടെന്ന് വേറൊരു ബാങ്കും ചെയ്യത്തില്ല. ഏറ്റവും കൂടുതൽ തരികിട നടക്കുന്ന SBI ബാങ്കാണ്. അത് ഞാൻ അതിന്റെ കോൾ റെക്കോർഡിംഗ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. സിസ്റ്റം വഴി എങ്ങനെയാ സാറേ ഇത് പെട്ടെന്ന് 5,900 ഇത് പങ്ക് പിടിക്കും? ഈ കണക്കിന് വേറെ നല്ല എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് സാറ് പെട്ടെന്ന് പിടിച്ചിട്ട് സാറേ പണ്ട് ഇങ്ങനെ നിങ്ങളൊരു ഇതുണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ പിടിച്ചിട്ട് പിന്നീട് ഹോൾഡായി കിടപ്പുണ്ട് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് നമ്മൾ ഡെയിലി 5,900 ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും സാറേ. മാൻഡേറ്റ് ഫെയിലായി. അത് ഇത്രയാണ് ചാർജ് പിടിച്ചു. പറയുന്നത് ശരിയാണ് സാർ. അതല്ല ഞാൻ പറയുന്നത് അതല്ല. അതായത് നിങ്ങൾ ബാങ്ക് ആ സമയത്ത് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഉടനെ പിടിക്കും. അതാണ് ഞാൻ നോക്കി
ഇതിനകത്ത് പിടിക്കും. ഈ സൈഡിൽ 0 ഉള്ളതൊക്കെ ഓൾറെഡി പിടിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കുന്നത് ഇതാണ്, അതിന്റെ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പിടിക്കാത്തതാണ് ഞാൻ നോക്കി വരുന്നത്. എന്തുകൊണ്ടാണ് പിടിക്കാത്തത് സാറിനെ കണ്ടില്ലായിരുന്നു എന്താണെന്ന് നോക്കണം. ഇപ്പൊ ഇത് സാറിപ്പോ ഇത് ഡീറ്റെയിൽസ് സാറ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പൊ എനിക്ക് ഇത് ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് NOC ഞാൻ പിന്നെ ബജാജ് ഫൈനാൻസ് മേടിച്ച സാധനമാണത്. NOC മേടിച്ച് കഴിഞ്ഞതാണ്. അപ്പോ സാർ ഇന്നലെ ഒന്ന് ബജാജ് ഫൈനാൻസ് പിടിച്ചു, അത് സമ്മതിച്ചു, ഇപ്പൊ മാറി, ഓക്കെ, അത് അംഗീകരിച്ചു, ഓക്കെ. അപ്പോ ഇനി എനിക്ക് പിന്നെ സാർ ആദ്യം പറഞ്ഞത് പോയി, അത് ആ റീസൺ പോയി. ഇനിയിപ്പം എന്റെ 5,900 രൂപ പിടിച്ചത് റിട്ടേൺ എന്റെ അക്കൗണ്ടിൽ വിടണം. ബാക്കി ഉള്ള ഒരു റീസണും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഒരു റീസണും എനിക്കറിയേണ്ട കാര്യം, ഞാൻ അധ്വാനിച്ച പൈസ. അല്ലെങ്കിൽ ഞാൻ ഇത് ഇവിടെ പുറത്തിറങ്ങി നിന്നിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും എല്ലാം ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ഞാൻ കൊടുക്കും. കാര്യം ഇങ്ങനെ 5,900 രൂപ പിടിച്ച് ഒരു അറിവില്ലാണ്ട് എങ്ങനെ നിങ്ങൾ പിടിക്കുക, അതാണ് എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത്. ഓക്കെ, നിങ്ങൾ മാനേജറാണ്, നിങ്ങൾക്ക് ഇവിടെ ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ആണ് ആയിക്കോട്ടെ സാറേ അതല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു അറിവില്ലാതെ എങ്ങനെ പെട്ടെന്ന് കാശ് അങ്ങ് പോകും, ഡെബിറ്റ് ആവും? ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ഇപ്പം വന്ന് സംസാരിച്ചോണ്ട് ഇന്നലെ ഒരുപാട് പേര് ഇവിടെ വന്നിരുന്നു, ഇതുപോലെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ വന്നിരുന്നു. പക്ഷെ അവരൊക്കെ ഇങ്ങനെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ടൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. പക്ഷെ ഞാൻ പോകില്ല, പിന്നെ വ്യത്യാസം നോക്കില്ല. പക്ഷെ ഇത് പിന്നെ ബാങ്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 5,900 രൂപ പിടിച്ചിട്ട് അത് പണ്ട് നിങ്ങൾ ചെക്ക് ഇതായതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീസൺ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാശ് റിട്ടേൺ ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റുന്നത് സാർ ഇപ്പൊ പറയണം. ഓൾ റിമൂവ്, ഓക്കെ. എനിക്കിപ്പോ ഇമീഡിയറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലെറ്റർ തരാം, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഹോൾഡ് ഇട്ടേക്കുന്നത്, നമ്മൾ ഓൾറെഡി ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റെസ്പോൺസ് ഇത്ര ദിവസം തരാമെന്ന് ലെറ്റർ ഓക്കെ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു SBയുടെ ഒരു സംഭവത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ അത് റീസൺ പറഞ്ഞിരുന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് പെട്ടെന്ന് 1-ാം തീയതി ആയപ്പോൾ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5,900 രൂപ ഡെബിറ്റായി എന്ന് പറഞ്ഞാൽ കാണുന്നില്ല. നമ്മൾ ഈ ബാങ്കിന്, അതായത് നമ്മൾ കിട്ടുന്ന കാശ് അധ്വാനിച്ചിട്ട് കൊണ്ട് ഇടുന്നത് SBI, കാനറ, അങ്ങനെയുള്ള അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ബാങ്കുകൾ, എന്തുകൊണ്ടാണ് അവരെ വിശ്വസിച്ച് നമ്മളെ ക്യാഷ് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാശുള്ളതുകൊണ്ട് കൊണ്ടിടുന്നതല്ല അത്. നമുക്ക് വലിയ EMI അടയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയച്ചു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ അക്കൗണ്ടിൽ കൊണ്ട് ഇടുന്നത്. അപ്പൊ അക്കൗണ്ടിൽ ഇട്ടപ്പോ ഈ 1-ാം തീയതി പെട്ടെന്ന് എന്റെ 5,900 രൂപ കാണാനില്ല. അപ്പം പിറ്റേന്ന് ഞായറാഴ്ച ആയിരുന്നു, ഞാൻ തിങ്കളാഴ്ച ഇന്നലെ വന്നിട്ട് ഞാൻ അവിടെ മാനേജർ അടുത്ത്, അല്ല അവിടെ ആദ്യം അവിടുത്തെ സ്റ്റാഫുകളുടെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത്, സാറേ ഇതുപോലെ സാറേ ഇതുപോലെ അത് ബജാജ് ഫൈനാൻസ് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടാവും, അവർ പിടിച്ചിരിക്കുന്നതാണ് നല്ലത്, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല, റീസൺ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ബജാജ് ഫൈനാൻസ് അങ്ങനെ ഒരു സംഭവം പിടിക്കാൻ ചാൻസ് ഇല്ല. കാര്യം അവരുടെ അടുത്ത് മുമ്പ് കൺസ്യൂമർ ലോൺ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് NOC മേടിച്ചിട്ടുണ്ട്. അത് NOC മേടിച്ചാലും അവരത് അവർ ഇത് പിടിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതായത് മാൻഡേറ്റ് പിടിക്കും, അങ്ങനെ ചെക്കിന്റെ ബൗൺസായി പിടിക്കുക എന്നൊക്കെ അവർ കുറെ റീസൺ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത്, നിങ്ങൾ അങ്ങനെ ബജാജ് ഫൈനാൻസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു കോപ്പി നിങ്ങൾ എടുത്തുക, നിങ്ങൾ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്താന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എടുത്തു തന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതും വളരെ പൊടി അക്ഷരത്തില് ഒരു കാര്യവും മനസ്സിലാവാത്ത രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു തന്നു. ഓക്കെ, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇതൊന്ന് മനസ്സിലാവും. അപ്പൊ മെയിൽ അയക്കാന്ന് പറഞ്ഞു. മെയിലും ഇതുപോലെ അയച്ചിട്ട് ഒരു രക്ഷയില്ല, അതിലും വായിക്കാൻ പറ്റാത്ത, അതായത് ഒരു ബന്ധമില്ലാത്ത ഒരു സാധനം അവരയച്ചു തന്നു. അപ്പോ അപ്പൊ അവര് പറഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ ഈ കാശ് കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗമില്ല, അത് ബജാജ് ഫൈനാൻസിൽ പോയി നിങ്ങൾ സംസാരിക്കണം. അപ്പൊ ഞാൻ ബജാജ് ഫൈനാൻസ് എന്റെ ഒരു സുഹൃത്തോടെ ഉണ്ട്, അവിടുത്തെ ആളെ കൊണ്ട് അങ്ങനെ വിളിച്ച പുള്ളി പറയുന്നത് നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് NOC തന്നിട്ടില്ല. ഇതാ ഞാൻ NOC മേടിച്ചിട്ടുണ്ട്, ഞാൻ അതും കാണിച്ചു തരാം. ഇതാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കണ്ട, ഇതാണ് ബജാജ് ഫൈനാൻസിന്റെ ഞാൻ മുമ്പ് പണ്ട് ലോൺ എടുത്തിട്ടുള്ള ഇതിന്റെ ഒരു NOC കണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും വാങ്ങിയിട്ടാണ് ഞാൻ, അപ്പൊ അവര് പറയുന്നത് NOC മേടിച്ചാലും പിന്നെ മാൻഡേറ്റ് പിടിക്കും. ഞാൻ ചോദിച്ചു, സാറേ ഈ നിങ്ങളെ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിട്ട് ഒരു NOC കൊടുക്കണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടല്ലേ കൊടുക്കുള്ളൂ.
അതൊക്കെ ഇത്രയും കൊടുക്കുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഈ ബജാജ് ഫൈനാൻസ് NOC ക്ലിയർ ചെയ്തത്? അത് അങ്ങനെയാണ് സാർ, അത് പ്രൈവറ്റ് ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഈ ക്യാഷ് കിട്ടണം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷാണ്, നമുക്ക് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവസാനം അവർ പറഞ്ഞു സാറേ ഞാൻ പിന്നെ ചെന്നൈയിലൊരു മെയിലിടാം, സാർ നാളെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പം ലൈവ് ഇട്ടിട്ടാണ് ഞാൻ കയറിപ്പോയപ്പോൾ അവർ പറഞ്ഞു പിന്നെ മാനേജർ, ഞാൻ സ്റ്റാഫിനെ ഒന്നും കാണാൻ പോയില്ല, നേരെ മാനേജറെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ മാനേജർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ പിന്നെ ഞാൻ പറഞ്ഞു സാറേ പിന്നെ ബജാജ് ഫൈനാൻസ് ഇങ്ങനെ പിടിച്ചു എന്ന് പറയുന്നില്ല, അവർ പിടിക്കില്ല എന്നാണ് അവർ പറയുന്നത്. കാര്യം അവർ NOC സർട്ടിഫിക്കറ്റ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം അവര് പിന്നെ ഏതെങ്കിലും ക്യാഷ് നമ്മളെ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തെളിവ് സഹിതം കൊണ്ടുവന്ന നമ്മൾ അതിന്റെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നിങ്ങൾ ചോദിക്കുന്ന കാശ് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് നിങ്ങളെ നഷ്ടപരിഹാരം ഉൾപ്പെടെ നമ്മൾ തരാമെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത് ഇവരുടെ സംസാരിച്ചു. അവരും സോറി സാറേ അത് ബജാജ് ഫൈനാൻസ് പിടിച്ചതല്ല, നമ്മൾ SBI പിടിച്ചതാണ്. SBI അന്ന് ഇതുപോലെ ചെക്ക് നിങ്ങളെ ബോൺസ് ആയത്, അത് ഇത്രയും കാലത്ത് നമ്മളിങ്ങനെ കുടിച്ച് വന്നത് പിടിച്ചു. ഞാൻ പറഞ്ഞു അതങ്ങനെ പിടിക്കും. കാര്യം അന്ന് അതായത് സാധാരണ നിങ്ങൾക്കറിയാം നമ്മുടെ EMI ചെക്ക് ബോൺസ് ആയി കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ഒരാഴ്ചക്കകത്ത് അല്ലെങ്കിൽ എന്നെ 299 രൂപ എല്ലാവരുടെ അക്കൗണ്ട് ആര് ഇതെടുത്തിട്ടുണ്ടോ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുക, 100% ഉറപ്പ്. അപ്പൊ അന്ന് പിടിക്കാതെ ഇപ്പോഴെന്തിനു സാറേ പിന്നെ 5900 പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, അവർ കുറെ റീസൺ പറഞ്ഞു. അത് കുറെ നിങ്ങൾ കണ്ടതാണ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇത്രയും വിഷയം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. എന്ത് പറഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങൾ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് അതിന്റെ റിപ്ലൈ തരാം. ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇപ്പൊ അവർ എനിക്കൊരു ലെറ്റർ തന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വേണ്ട അപ്പോ ലെറ്റർ എന്നത് ഒരാഴ്ചക്കകത്ത് പിന്നെ മദ്രാസിൽ അയച്ച ഒരാഴ്ചക്കകത്ത് ഇങ്ങനെ ബാങ്ക് ഇങ്ങനെ 5900 രൂപ ഹൈഡ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് റിട്ടേൺ ചെയ്ത് തരാം എന്നൊരു കത്ത് മേടിച്ചു. അപ്പൊ അതായത് പിന്നെ കരയുന്നവനെ പാലുള്ളൂ എന്ന് പറയുന്നത്, അതായത് പിന്നെ പ്രശ്നമുണ്ട് അതെന്ത് ആരും. അപ്പൊ ഇന്നലെ ഒരുപാട് പേര് ഇങ്ങനെ വന്നു ഇവിടെ, ഞാൻ നിൽക്കുന്നതിന് ഇങ്ങനെ എന്റെ ഒക്കെ. അപ്പൊ ഇവരെല്ലാം പറയുന്നത് ബജാജ് ഫൈനാൻസ് തലയിൽ ഇവർ കൊണ്ടിടുന്നത്. പിന്നെ ഞാൻ നിൽക്കുന്നതിന് ഒരു 10-30 രൂപ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം പറഞ്ഞത് ബജാജ് ഫൈനാൻസുകാർ പിടിച്ചതാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കും, അവർ പറയും ബാങ്കിൽ പോയി അന്വേഷിക്കാനേ പറയുള്ളൂ, അത് ഉറപ്പായ കാര്യം. അപ്പൊ അങ്ങനെ അവര് ഇപ്പൊ പറഞ്ഞ് ബാങ്കാണ് പിടിച്ചതെന്ന് എന്റെ സംഭവിച്ചു, ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. SBI പിന്നെ SBI എന്നല്ല, ഇപ്പോഴത്തെ എല്ലാ ബാങ്കും അതുമല്ല ഈ GPay, ഈ പിന്നെ നമ്മള് കടയിൽ പോയിട്ട് GPay ചെയ്യുന്ന പിന്നെ അത് കടകളിൽ വെച്ചിരിക്കുന്ന ഈ പിന്നെ പറയില്ലേ ഇപ്പൊ ഇത്ര രൂപ നമ്മള് പിന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്ന ഈ സാധനം, അത് വെറും തട്ടിപ്പാണ്. അത് നമ്മളെ കയ്യിൽ നിന്നല്ല കാശ് പോണത്. ഈ കട ഉടമകളെ പാവപ്പെട്ട കടക്കാരുണ്ടല്ലോ, ഈ പാവപ്പെട്ട കടക്കാർ 1000-2000 രൂപയെ കച്ചവടം നടക്കുന്ന അവരും ഇത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഈ 2000 രൂപ വരുന്ന അവർ എഴുതി വെക്കും, 20 രൂപ 30 രൂപ 50 രൂപ 100 രൂപയൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ പലപ്പോഴും പലരുടെയും പിന്നെ ATM കാർഡ് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ നിന്ന് എടുത്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാവം കണ്ട്. അപ്പൊ എടുത്തു കൊടുക്കുമ്പോൾ അവര് പറയുന്നുണ്ട് 900 ഇത്ര രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, നീ എടുത്തുകൊണ്ടൊന്നും തരണേ. ഞാൻ നോക്കുമ്പോൾ ഒരു 600 രൂപ 700 രൂപയിൽ കിടക്കും. ബാക്കി എവിടെ പോയിന്നോ എന്ത് ചെയ്തെന്നോ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, 1 രൂപ വെച്ച് 1 കോടി രൂപ പേരെടുത്ത് എടുക്കുമ്പോൾ എത്ര രൂപ പോയി? 1 കോടി രൂപ പോയി. 10 രൂപ വെച്ചാണെങ്കിലോ 10 കോടി രൂപ പോയി. അങ്ങനെ ഇത് മൾട്ടി കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറ്റിച്ച് പണമുണ്ടാക്കുക എന്നാണ് ഇപ്പോഴത്തെ പിന്നെ നാട്ടു നടപ്പ് നിയമം. കൊല, കൊള്ള, പിന്നെ മയക്കുമരുന്ന്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ഇത് ഇപ്പം ബാങ്കുകാർ വളരെ ഡീസന്റ് ആയിട്ട് അങ്ങനെയുള്ള എക്സിക്യൂട്ടീവുകൾ വളരെ ഡീസന്റ് ആയിട്ട് തട്ടിപ്പെടുത്തുക, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചതിയിലും പോയി പെടാതെ ഉള്ള കാശ് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ബാങ്കിൽ ഇട്ടിട്ട് ഇതിപ്പോ എഴുതി കൊടുത്തിട്ടൊക്കെ വന്നു, ഇനി എന്റെ അക്കൗണ്ടിൽ കയറി അത്രയേ ഉള്ളൂ. അല്ല കയറിയില്ലെന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. കേസ് ഫയൽ ചെയ്യാം, പിന്നെ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാം, പിന്നെ അതിന്റെ പുറകെ നടക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് നടന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് പൊന്നു സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ക്യാഷ് ഇടുമ്പോൾ ഉള്ള ക്യാഷ് എത്രയെന്നൊന്ന് എഴുതി വെച്ചിട്ട് പിന്നെ പിറ്റേന്നൊക്കെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കാശ് പോവാതിരിക്കും. പിന്നെ പിന്നെ ഒരു മെസ്സേജ്, അതായത് ഇവർ ക്യാഷ് എടുക്കും എന്നുള്ളതിനൊരു മെസ്സേജ്, അല്ലെങ്കിൽ ക്യാഷ് പോകുന്നതിന്റെ ഒരു മെസ്സേജ് ഒന്നും വരുന്നില്ല, ഒന്നും പിന്നെ വരാതെയാണ് ഇവർ ചെയ്യുന്നത്.
എനിക്കിപ്പം 5,000 ചിലർക്ക് 14,000 രൂപ, പിന്നെ 1,000 അങ്ങനെ ഒരുപാട് പേർക്ക് ഇപ്പം പിന്നെ ഈ പാവങ്ങളുടെയൊക്കെ നമ്മളിപ്പോ ഞാൻ പണക്കാരനല്ല, നമ്മൾ പാവങ്ങൾ, നമുക്ക് 5,900 രൂപയ്ക്ക് ഉണ്ടാക്കുന്നെങ്കിൽ എത്ര ദിവസം ഞാനത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കും. അപ്പൊ അതുപോലെ പിന്നെ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. പാവപ്പെട്ട